ചിന്തയിലെയും പ്രവൃത്തിയിലെയും അസാധാരണത്വമാണ് പുതിയ അമേരിക്കൻ പ്രസിഡന്റിന്റെ ട്രംപ് കാർഡ്. വാക്കുകൾക്ക് ബഹുതല മൂർച്ച, പ്രവചനാതീതമാണ് ചിന്തകൾ. കർമ്മരംഗത്താകട്ടെ കാര്യരിമ്പിന്റെ ദൃഢതയും. സംഭവബഹുലമായ ഒന്നാം ദിനം, അതാണ് അനുയായികൾക്ക് ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനം. അമേരിക്കൻ പ്രസിഡന്റ് എന്ന നിലയിൽ ആദ്യ ദിനം നിരവധി ഉത്തരവുകളിൽ അദ്ദേഹം ഒപ്പുവെക്കുമെന്ന് കരുതുന്നു. സാധാ ഉത്തരവുകളല്ലത്, അമേരിക്കൻ രാഷ്ട്രീയത്തെ ഇളക്കിമറിക്കാൻ പോകുന്നവ. നിയമവിരുദ്ധ കുടിയേറ്റമാണ് പട്ടികയിൽ ഒന്നാമത്. അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ കുടിയിറക്ക് ആദ്യ ദിനം തന്നെ തുടങ്ങുമെന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ട്രംപ് ഉറപ്പുകൊടുത്തിരുന്നു. ട്രംപ് വൈറ്റ് ഹൗസിൽ ഒപ്പിടൽ തുടങ്ങുമ്പോൾ തന്നെ അനധികൃത കുടിയേറ്റക്കാർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ രാജ്യമെങ്ങും തുടങ്ങുമെന്നാണ് അതിർത്തി സംരക്ഷണ കമ്മീഷണർ എന്ന നിലയിൽ ഈ വമ്പൻ പ്രക്രിയയുടെ ചുമതലക്കാരനാകുമെന്ന് കരുതപ്പെടുന്ന ടോം ഹോമാൻ പറഞ്ഞത്. നിയമവിരുദ്ധ കുടിയേറ്റക്കാരിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയാണ് ആദ്യം ലക്ഷ്യമിടുന്നത്. രാജ്യമാകെ അറസ്റ്റുകളും റെയ്ഡുകളും ഉണ്ടാകും. വേണ്ടിവന്നാൽ ദേശീയ അടിയന്തരാവസ്ഥ വരെ പ്രഖ്യാപിക്കാനാണ് നീക്കം. രേഖകളില്ലാത്ത 11 ദശലക്ഷം കുടിയേറ്റക്കാരാണ് അമേരിക്കയിലുള്ളത്. ഇവരിൽ 5 ലക്ഷം പേർ ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ. എത്ര ചെലവ് വന്നാലും രേഖകളില്ലാത്ത കുടിയേറ്റക്കാരെ നാട് കടത്തുകയാണ് ലക്ഷ്യമെന്ന് ട്രംപ് പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപിന്റെ നീക്കം 2 കോടി കുടുംബങ്ങളെ നേരിട്ട് ബാധിക്കുമെന്നാണ് കണക്ക്. ജോ ബൈഡന്റെ കുടിയേറ്റ നയങ്ങളെയും നാട് കടത്തുമെന്നാണ് അദ്ദേഹത്തിന്റെ ദൃഢനിശ്ചയം. മറ്റൊന്ന്, ട്രാൻസ്ജെൻഡറുകൾക്ക് നരകകാലം തുടങ്ങുമെന്ന് ഉറപ്പാണ്. അവരുടെ അവകാശങ്ങൾ പലതും വെട്ടിക്കുറയ്ക്കും. ആദ്യ ദിനം തന്നെ ട്രാൻസ്ജെൻഡർ ഭ്രാന്ത് അവസാനിപ്പിക്കും. അതാണ് അനുയായികളോട് ട്രംപ് പ്രചാരണ വേദികളിൽ നിന്ന് അലറിയത്. കുട്ടികളിലെ ജനനേന്ദ്രിയ ഛേദനം ഉടനെ നിരോധിക്കുമെന്ന് ഡിസംബർ അവസാനവും ആണയിട്ടതാണ്. വിവിധ തലത്തിലെ സ്കൂളുകളിൽ നിന്നും സൈന്യത്തിൽ നിന്നും ട്രാൻസ്ജെൻഡറുകളെ ഒഴിവാക്കാനും ഉത്തരവുണ്ടാകും. ഇത്തരക്കാരെ സംരക്ഷിക്കാനുള്ള ബൈഡൻ സർക്കാരിന്റെ നയം ഏത് നിമിഷവും റദ്ദാക്കപ്പെടാം. 2021 ജനുവരി 6 ക്യാപിറ്റോൾ കെട്ടിടത്തിന് നേരെയുണ്ടായ ആക്രമണത്തിലെ കുറ്റക്കാരെന്ന് വിധിക്കപ്പെട്ടവരും പ്രതീക്ഷയിലാണ്. ആദ്യ ദിനം തന്നെ അവർക്ക് മാപ്പ് ലഭിച്ചേക്കാം. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒന്നോർക്കണം, കുപ്രസിദ്ധമായ ഗ്വാണ്ടാനാമോ ജയിൽ അടച്ചുപൂട്ടാൻ ബറാക് ഒബാമ അധികാരമേറ്റ ആദ്യ ആഴ്ചയിൽ ഉത്തരവിട്ടതാണ്. അതിപ്പോഴും അവിടെ തന്നെയുണ്ട്. എന്ന് വെച്ചാൽ പ്രസിഡന്റിന്റെ ചില ഉത്തരവുകളെങ്കിലും മലർപ്പൊടിക്കാരന്റെ സ്വപ്നമായി കൂടുന്നില്ല എന്നർത്ഥം. അധികാരത്തിലേറെ മിനിറ്റുകൾക്കകം തന്നെ അമേരിക്കക്കാരെ തൃപ്തരാക്കുന്ന പലതും പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് ട്രംപിന്റെ വക്താവായ കരോളിൻ ലെവിറ്റ് ഉറപ്പിച്ചു പറയുന്നത്. യുക്രൈൻ റഷ്യ യുദ്ധം, ഇസ്രായേൽ പലസ്തീൻ സംഘർഷം, പണപ്പെരുപ്പം, കാലാവസ്ഥാ ഉടമ്പടി എന്നിവയാണ് പുതിയ ട്രംപ് ഭരണകൂടം ആഗോളതലത്തിൽ നേരിടുന്ന വെല്ലുവിളികൾ. ആദ്യ ഭരണത്തിൽ നിന്ന് വ്യത്യസ്തമായി വിശ്വസ്തരെയും ഇലോൺ മസ്കിനെ പോലെയുള്ള വ്യവസായികളെയും ഒപ്പം കൂട്ടിയാണ് ഇത്തവണ ട്രംപ് എത്തുന്നത്. ട്രംപിന്റെ ഉദ്ദേശങ്ങൾ എങ്ങനെ മനസ്സിലാക്കുമെന്നതാണ് ലോക നേതാക്കളുടെ മുന്നിലെ വെല്ലുവിളി. രാജ്യാന്തര ബന്ധങ്ങളിൽ അമേരിക്കയുടെ നിലവിലുള്ള സ്ഥാനം നിലനിർത്തി ലോക മാർക്കറ്റിൽ പതിവ് വിട്ട തന്ത്രങ്ങളിലൂടെ മേധാവിത്വം പിടിച്ചെടുക്കലാകാം. അതുവഴി ശക്തവും കൂടുതൽ സമതുലിതവുമായ സഖ്യകക്ഷികളെ നിർമ്മിക്കലുമാകാം. അങ്ങനെയെങ്കിൽ അനുനയവും തന്ത്രജ്ഞതയും സന്ദർശനങ്ങളും സമ്മാനങ്ങളും മൃദുവായ വഴക്കവുമൊക്കെ ഗുണം ചെയ്തേക്കും.